PK ശ്രീമതി നോക്കൂ, മുത്തലാഖ് നിരോധനം, വനിതാ സംവരണ ബില്ല്, ഇതൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കിയ വലിയ നേട്ടങ്ങളായി ധനമന്ത്രി ബജറ്റ് അവതരണ വേളയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം എന്തുണ്ട് ബജറ്റിൽ എന്ന ചോദ്യത്തിനാണ് സിന്ധുമോൾ ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. തൃപ്തരാകുമോ? ഇത് മതിയോ ഇന്ത്യയിലെ സ്ത്രീകൾക്ക്? ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ബഹുമാന്യായ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് അങ്ങേയറ്റം തീർത്തും നിരാശാജനകമാണ്. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുൻപാകെ ഒരിടക്കാല ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും ജനങ്ങളെ തൃപ്തിപ്പെടുത്താനെങ്കിലും, പെട്ടെന്ന് വായിക്കുമ്പോൾ തൃപ്തിപ്പെടുത്താനെങ്കിലും കുറച്ച് പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്കും അധ്വാനിക്കുന്നവരും പാവപ്പെട്ടവർക്കും വേണ്ടി കൊണ്ടുവരും എന്നുള്ളത് ഒരു സാധാരണ ഒരു നീതി മാത്രമാണ്. പക്ഷേ ഇത്തവണ 10ാം വർഷത്തിൽ അവതരിപ്പിച്ച ഈ ബജറ്റ് അങ്ങേയറ്റം നിരാശാജനകമാണ് എന്ന് മാത്രമല്ല, രാവിലെ തന്നെ വലിയ ഒരു ഇരുമ്പ് പാര കൊണ്ട് തലക്ക് 2 അടി കൊടുത്തതിന് ശേഷം, ബോധം കെടുത്തിയിട്ടതിന് ശേഷം അവതരിപ്പിച്ച ഒരു ബജറ്റ് ഒരു എന്താ പറയുക, വീണ്ടും ഒരു പ്രഹരെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. രാവിലെ പാചകവാതകത്തിൻ്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ടാണല്ലോ തുടങ്ങിയത്. BJP ഗവൺമെൻറ് 2014 അധികാരത്തിൽ വന്നപ്പോൾ ഗ്യാസ് സിലിണ്ടറിന് ഒരു കുറ്റിക്ക് 450 രൂപയ്ക്ക് താഴെയായിരുന്നു. അത് കോൺഗ്രസിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ്. അവർ വിലവർധന, ഈ വലിയ തോതിലുള്ള വില വർദ്ധിപ്പിക്കുകയാണെന്ന് ആക്ഷേപിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നവർ പിന്നീട് എന്താണ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാലോ. ഈ രാജ്യത്ത് കേരളത്തിലാണല്ലോ ഞാനുള്ളത്. കേരളത്തിൽ ആർക്കാണ് ഈ പാവപ്പെട്ടവർക്ക് അവരുടെ ഗ്യാസ് സിലിണ്ടർ വാങ്ങുമ്പോൾ അവരുടെ ബാങ്കിൽ അക്കൗണ്ടിൽ വരുന്നത് സബ്സിഡി ആയിട്ട്? ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഏതെങ്കിലും ഒരു വീട്ടുകാരെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ. പറയാൻ വാചക കസർത്ത് കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കാൻ പറ്റുമോ? എത്ര കാലം പറ്റിക്കും? ഗവൺമെൻറ് ചെയ്യുന്നത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരിയും കൂടി പറയാൻ തുടങ്ങിയാലോ? യാഥാർത്ഥ്യം എന്ത്? ഈ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഇന്ത്യയിലെ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്? അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും 1-2 കാര്യങ്ങൾ പറയുന്നതിന് പകരം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, അതാരും നിഷേധിക്കുന്നില്ല. എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവസാനം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്നിട്ട് പറഞ്ഞു മോഡി ഗ്യാരണ്ടി. ഏതിനാണ് പ്രധാനമന്ത്രി മോഡി ഗ്യാരണ്ടി നിൽക്കുന്നത്? ഏതിനാണ്? ആ ഗ്യാരണ്ടിക്ക് എന്താ വില? ഏത് കാര്യമാണ് ഇവിടെ പറഞ്ഞ് നടപ്പിലാക്കിയിട്ടുള്ളത്? ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സഹോദരിമാർ, സ്ത്രീകൾ, പാവപ്പെട്ടവരെ തൊഴിൽ ചെയ്യുന്നത് തൊഴിലുറപ്പ് മേഖലയിലല്ലേ? എന്താ അതിൻ്റെ സ്ഥിതി? അത് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നടപടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ എന്നല്ല ചെയ്യുമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അതിനോടുള്ള സമീപനം എന്തായിരുന്നു? 2 കോടി യുവാക്കൾക്ക്, അത് യുവതികളുണ്ടല്ലോ, യുവാക്കൾക്ക് ഓരോ വർഷവും തൊഴിൽ പുതുതായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞത് എവിടെയെത്തി? 2 ലക്ഷം ഒരു കൊല്ലത്തിൽ കൊടുക്കാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. ഇവിടെ വളർന്നു വന്നത് ആരാ? അതുകൊണ്ട് എന്തിനാ വെറുതെ ഇതൊക്കെ പറയുന്നത്? യഥാർത്ഥത്തിൽ ഇന്ത്യക്കകത്ത് ഈ രാജ്യത്തെ ഭരണം കൊണ്ട്, 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് നേട്ടമുണ്ടായത് ആർക്കാണെന്ന് എല്ലാവർക്കും നന്നായിട്ടറിയാം. പാവപ്പെട്ടവർ വീണ്ടും പാവപ്പെട്ടവരാകുന്നു. അങ്ങേയറ്റം ദരിദ്ര ജനവിഭാഗം, ഈ പ്രത്യേകിച്ച് കോവിഡ് വന്നതിന് ശേഷം ഇന്ത്യയിലെ ജനങ്ങളിൽ ഒരു 75% പേരും മഹാദരിദ്രരാണ്, കേരളം ഒഴിച്ച്. കേരളത്തെ സംബന്ധിച്ച് നമ്പർ വൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്ത്രീകൾക്ക് തൊഴിൽ കിട്ടിയത്, സ്റ്റാർട്ടപ്പിലൂടെ തൊഴിൽ കിട്ടിയത് ഗുജറാത്തിനെ കുറിച്ചല്ലല്ലോ എൻ്റെ പ്രിയപ്പെട്ട അനുജത്തി പറഞ്ഞത്. ഗുജറാത്തിൽ അങ്ങനെ കിട്ടി, മധ്യപ്രദേശിൽ അങ്ങനെ കിട്ടി എന്നല്ല പറഞ്ഞത്. കേരളത്തിൽ എന്തുകൊണ്ടാണ് അത് സ്റ്റാർട്ടപ്പ് ആയാലും തൊഴിൽ സംരംഭങ്ങളായാലും അതുപോലെ തൊഴിലുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല മറ്റെല്ലാ മേഖലകളിലും കേരളീയ സമൂഹം, സ്ത്രീകൾ ഉൾപ്പെടെ എങ്ങനെ 1ാം സ്ഥാനത്ത് വന്നു? അത് മനസ്സിലാക്കാതെ കാര്യങ്ങൾ കേരളത്തെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു തവണ ഈ കഴിഞ്ഞ 1 മാസം മുൻപ് പറയുകയുണ്ടായി, ഈ കേരളത്തിൽ നിന്നാണ് മാതൃകാപരമായ രീതിയിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി അത് നമുക്ക് അന്തർദേശീയ തലത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കേരളത്തിൽ നിന്നാണ് ലഭിച്ചത് എന്ന് പറയുകയുണ്ടായി. അത് ശരിയാണ്. കേരളത്തിൽ നമ്മുടെ ഗവൺമെൻറ് എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംഭാവന എന്ത്? അത് സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പോൾ സ്ത്രീ സംവരണം നടപ്പിലാക്കും, എന്തോ നടപ്പിലാക്കി എന്നുള്ള മട്ടിലല്ലേ പറയുന്നത്? ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഒരു നിയമം പാസ്സാക്കി വർഷങ്ങൾ, 10ാം വർഷം, എന്തുകൊണ്ടാണ് 1ാം വർഷം പാസ്സാക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഒരു ടേം പൂർത്തിയാക്കുമ്പോൾ 5ാം വർഷം പാസ്സാക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് 2ാം പ്രാവശ്യം വന്നതിന് ശേഷം 6ാം വർഷം പിന്നെ പാസ്സാക്കാതിരുന്നത്? 9 വർഷവും കഴിഞ്ഞപ്പോഴാണല്ലോ
സ്ത്രീകളുടെ ഈ സംവരണം നടപ്പിലാക്കണം എന്ന തോന്നലുണ്ടായത്. അപ്പം നിയമം പാസ്സാക്കി എന്നുള്ളത് കൊണ്ട് ഇത് ഈ രാജ്യത്ത് ഇപ്പം തന്നെ നടപ്പിലാക്കി കളയുന്നതാണോ? നടപ്പിലാക്കാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് ഗിർവാണ പ്രസംഗം നടത്തിയിട്ട് ഒരു കാര്യമില്ല. കാരണം വിശ്വസിക്കാൻ പറ്റുന്നില്ല. പറഞ്ഞതൊന്നും നടപ്പിലാക്കാൻ തയ്യാറാവാത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇലക്ഷൻ എടുക്കുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുൻപാകെ പോലും ഈ ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാ കാലത്തും ഏതൊരു ഗവൺമെൻറ് ആയാലും കുറേ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പറയും. പക്ഷേ ഇവിടെ അത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒരു ധിക്കാരപൂർവ്വം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും. നിങ്ങൾ ആരാ ചോദിക്കാൻ? ഈ രാജ്യത്തുള്ള ജനങ്ങൾ ആരാ ചോദിക്കാൻ? എവിടെയാണ് ഇന്ത്യൻ റിപ്പബ്ലിക് എന്ന് പറയുന്നത്? ജനങ്ങൾക്ക് പരമാധികാരമുള്ള ഒരു രാജ്യമെന്നല്ലേ പറയുന്നത്? അതാണോ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? ജീവിക്കാനുള്ള അവകാശമാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. സ്ത്രീകളുടെ സ്വന്തമായ ഐഡന്റിറ്റി പോലും നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്കാണ്. മതന്യൂനപക്ഷങ്ങൾക്ക് എവിടെയാണ് സ്ഥാനം? ആർക്കാണ് ഇവിടെ രക്ഷയുള്ളത്? ഇങ്ങനെ പോയാൽ എന്തായിരിക്കും ഇന്ത്യയുടെ മതനിരപേക്ഷ രാഷ്ട്രമായ രാജ്യത്തിൻ്റെ ഭാവി? ഈ രാജ്യത്ത് കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ ചെറിയ പൊടിക്കൈകളെങ്കിലും കൊടുക്കണ്ടേ?